പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു അനിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും മറ്റൊരു വിവാഹം കഴിക്കില്ല. നിന്നെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിൻ്റെ ഓർമ്മകളുമായിട്ട് ഞാൻ ജീവിക്കും എന്നൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ അനിയും നന്ദുവും വാക്ക് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ അനിക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു നിമിഷം ആയതുകൊണ്ട് തന്നെ അനിയെ ഏൽപ്പിച്ച ബ്രാഞ്ചുകളിലൊക്കെ പോയിട്ട് അനി ഒന്ന് സന്ദർശനം നടത്തുന്നുണ്ട്. തൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ കുറിച്ച് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ വിവരം നമ്മുടെ ആദർശം നയനയും അറിയുകയും അവർക്ക് വളരെയധികം സന്തോഷമാവുകയും ആ സമയത്ത് നയന ആദർശിനോട് പറയുന്നുണ്ട്, എന്തായാലും ഇനി നന്ദുവിൻ്റെ പിറകെ നടന്നിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും അതൊക്കെ വിട്ടിട്ട് ബിസിനസ്സിൽ നല്ലതുപോലെ നോക്കിയിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആദർശം പറയുന്നുണ്ട്, അതെ എനിക്ക് ആ ഒരു വിചാരം വന്നിട്ടുണ്ടാകും. നന്ദുവിനെ ഇനി കിട്ടില്ല എന്നുള്ള ഉറപ്പ് അവന് തോന്നിയിട്ടുണ്ടാവും. അതായിരിക്കും അവന് സ്വന്തം സ്ഥാപനത്തിലൊക്കെ അവനെ ഏൽപ്പിച്ച സ്ഥാപനത്തിലൊക്കെ പോയിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. നയനയാണെങ്കിലും പറയുന്നുണ്ട്, എന്തായാലും നന്ദുവും സച്ചിയുമായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് ഏകദേശം എനിക്ക് ഉറപ്പായിട്ടുണ്ടാവും, അതുകൊണ്ടും കൂടെ ആവും എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് ആദർശ് കുറച്ച് കഴിഞ്ഞിട്ട് അവനെ ഒന്ന് വിളിച്ചു നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ അനാമികയാണെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെ ചേർന്നിട്ട് അനന്തപുരിക്കെതിരെ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ എല്ലാവരുടെയും മേലിൽ കുറ്റം ചാർത്തിയിട്ട് കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നമ്മുടെ മൂർത്തി സാറുടെ ഭാര്യയെ പോലും ഇതിൽ കൊടുക്കണം. അവരെ നേരിട്ട് അവർ മോളെ ദ്രോഹിച്ചിട്ടോ അല്ലെങ്കിൽ മോളെ സങ്കടപ്പെടുത്താനോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അവർക്കെതിരെയും കൂടെ കേസ് കൊടുക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ കൊച്ചുമക്കൾക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ തന്നെ അവരെ താനെ വേദനിച്ചോളും. അങ്ങനെ അവരെ ഇതിൽ അവിടെയുള്ള ഒറ്റെണ്ണത്തിനെയും മനസ്സമാധാനത്തോടു കൂടെ ഇനി ജീവിക്കാൻ സമ്മതിക്കരുത്. ചുരുങ്ങിയത് ഒരു 30 കോടിയെങ്കിലും അല്ലെങ്കിൽ 50 കോടിയെങ്കിലും അവർ തരാൻ തയ്യാറാവണം, അല്ലെങ്കിൽ ഈ കേസ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, എന്തായാലും വക്കീലും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണല്ലോ പറഞ്ഞത്, നമുക്കതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു വക്കീൽ പൈസ കിട്ടിയാൽ മറിയുമോ തിരിയുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. ഏതായാലും അവർ വിചാരിക്കുന്ന രീതിയിലോട്ട് തന്നെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ വക്കീൽ നമ്മുടെ മൂർത്തി സാറെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. അവർ നിങ്ങൾക്കെതിരെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോവുകയാണ്. സ്ത്രീകൾ ഇങ്ങനെ ഒരു കേസ് കൊടുത്താൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് എന്തായാലും അതിൽ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുടുങ്ങാൻ സാധ്യത കൂടുതലാണ്. ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മൂർത്തി സാറ് പറയുന്നുണ്ട്, താൻ എന്തായാലും താൻ വിചാരിച്ചാൽ അതൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുമല്ലോ, എന്തായാലും താൻ അവരുടെ വക്കീലാണ്. പക്ഷേ ഞാൻ എന്തായാലും തന്നെ ഒന്ന് വന്ന് കാണുന്നുണ്ട്. തനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിനക്ക് ലൈഫിൽ ഒരു വലിയ ഉപകാരം തന്നെയാകും എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ പണക്കൊതിയനായിട്ടുള്ള ഈ ഒരു വക്കീൽ മുത്തശ്ശൻ്റെ വാക്കുകളൊക്കെ കേട്ട് നിൽക്കുകയാണ്. എന്തായാലും ആരുടെയെങ്കിലും കൂടെ നിന്നിട്ട് എനിക്ക് ഉപകാരമുള്ളവരുടെ കൂടെ ഞാൻ നിൽക്കുള്ളൂ. ആരാണ് കൂടുതൽ തുക എനിക്ക് തരാൻ ഓഫർ ചെയ്യുന്നത് അവരുടെ കൂടെ ഞാൻ എന്തായാലും നിൽക്കും. എനിക്കിപ്പോൾ അനാമികയും വേണും ഒക്കെ കണക്കാണ്, എനിക്ക് പണം കിട്ടിയാൽ മതി, അല്ലാതെ എൻ്റെ കക്ഷി ജയിച്ചോളണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന് ഇക്കാര്യത്തെക്കുറിച്ച് ആദർശനോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അവർ നമുക്കെതിരെ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാനാണ് നിൽക്കുന്നത്. പക്ഷേ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോയാൽ ജയിക്കാനൊന്നും സാധ്യതയില്ല. കാരണം അവൾ ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ CCTV ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് എല്ലാ തെളിവുകളും അതുകൊണ്ട് അതിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് കേസും വാർത്തയും ആയി കഴിഞ്ഞാൽ പുറം ലോകം ഇതറിഞ്ഞാൽ നമുക്കല്ലേ നാണക്കേട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയും ഒതുക്കി തീർക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ. ഞാൻ അന്വേഷിച്ചിടത്തോളം അവരെ ഏൽപ്പിച്ചിട്ടുള്ള വക്കീൽ ഒരു പണക്കൊതിയനായിട്ടുള്ള ഒരു വക്കീലായതുകൊണ്ട് തന്നെ അവനെ ഒരു പണം എറിഞ്ഞാൽ അവനെ വലയിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അനാമികയുടെ അച്ഛനും അമ്മയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിടത്തോളം അവർക്ക് എന്തായാലും കൂടുതൽ പണമൊന്നും എറിഞ്ഞ് വക്കീലിനെ കൈക്കലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് കഴിയാത്ത ഈ ഒരു കാര്യത്തുമ്പോൾ തന്നെ ഞാൻ പിടിച്ച് കയറും എന്നൊക്കെ മുത്തശ്ശൻ തീരുമാനിച്ചിട്ട് വക്കീലിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, എന്തായാലും അവർ ഇങ്ങനെയൊരു കേസ് തന്ന സ്ഥിതിക്ക് താൻ എന്തായാലും വാദിക്ക്. പക്ഷേ വാദിച്ചാൽ അവർ വിജയിക്കാൻ പാടില്ല. അവരെ വിജയിക്കാതെ താൻ ഞങ്ങൾക്ക് വിജയം നേടി തന്നു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഒന്നും അറിയാതെ ഇക്കാര്യം ഒതുക്കി തീർത്ത് തന്നു കഴിഞ്ഞാൽ
അവർ ഓഫർ ചെയ്യുന്നതിനേക്കാളും പണം ഞാൻ എത്രയാണോ നീ ചോദിക്കുന്നത് അത് തനിക്ക് തരാം, പക്ഷെ അത് പുറം ലോകം ഈ കേസിനെ കുറിച്ച് അറിയാൻ പാടില്ല എന്നൊക്കെ വക്കീലിനോട് പറയുകയാണ്. വക്കീലാണെങ്കിൽ ഇത് കേൾക്കേണ്ട താമസം മൂർത്തി സാർ എന്താ പറഞ്ഞാൽ അത് ഞാൻ അതുപോലെ അനുസരിക്കും. എനിക്ക് മൂർത്തി സാറിനെയും കുടുംബത്തെയും വല്ലാതെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ട ഫാമിലി എന്തായാലും സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് കാണാൻ എന്നെക്കൊണ്ട് സഹിക്കില്ല. അല്ലാതെ പണത്തിനോട് ആർത്തി ഉണ്ടായിട്ടൊന്നുമല്ല. എനിക്ക് സാറിൻ്റെ വീട്ടുകാരോടും സാറിനോടും ആദർശനോടൊക്കെ ഒരു ബഹുമാനമുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മൂർത്തി സാറ് മുത്തശ്ശന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എടോ താനൊരു പണക്കൊതിയനാണ് എന്നുള്ളത് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് തൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ തന്നെ ഞാൻ കയറി പിടിച്ചത്. അതുകൊണ്ട് ഇതിലെനിക്ക് ഉറപ്പുണ്ട് നീ ഇതിൽ വീഴുമെന്നുള്ളത് എനിക്കിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വക്കീൽ ഈ അവരുടെ കേസ് അനുസരിച്ച് മുന്നോട്ട് പോവുകയും വക്കീലത് വാദിച്ചിട്ട് തൻ്റെ കക്ഷികൾക്ക് ജയം വാങ്ങിക്കൊടുക്കാതെ അവിടെ തോറ്റ് വാദിക്കാൻ കഴിയാത്ത വിധത്തിലാവുകയും അനാമികയുടെയും വേണുവിൻ്റെയും ആ കേസ് തോൽക്കുകയും പകരം മൂർത്തി സാർക്ക് അതൊരു വിജയമാക്കി കൊടുക്കുകയും മൂർത്തി സാർ പറഞ്ഞതുപോലെ മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ഗാർഹിക പീഡനങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. മൂർത്തി സാറിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വക്കീലിന് വിജയം താൻ വിട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്യാൻ നമ്മുടെ അനാമികയുടെയും വേണുവിൻ്റെയും വക്കീൽ. അപ്പോൾ ആ സമയത്ത് തന്നെ വേണുവിന് അനാമികയ്ക്ക് സംശയം തോന്നുന്നുണ്ട്, ഇയാൾ പണം കൊടുത്ത് ഇനി ഇയാളെ വീഴ്ത്തിയോ, ഇയാളൊരു ഇതും വാദിക്കുന്നില്ലല്ലോ, നമുക്ക് വിജയം വാങ്ങിത്തരല്ലോ, എല്ലാം സമ്മതിച്ച് തോറ്റു കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവർ പേടിച്ചതുപോലെ തന്നെ മൂർത്തി സാറ് പണം കൊണ്ട് ആ ഒരു കേസ് ഒതുക്കി തീർക്കുകയാണ്. അങ്ങനെ അനാമികയും വേണുവും കൊടുത്ത കേസ് തോൽക്കുകയും ആ വക്കീലിന് പണം ഓഫർ ചെയ്ത് ആ കേസ് ഇല്ലാതാക്കുകയും അങ്ങനെ അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കുകയാണ് വേണു. അങ്ങനെ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണു അനാമികയൊക്കെ പുറത്ത് വരുന്ന സമയത്ത് മുത്തശ്ശൻ അവരോട് പറയുന്നുണ്ട്, താൻ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും തന്നെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമുണ്ട്, പണം കൊണ്ട് നേടിയെടുക്കുക എന്നുള്ളത്. അത് തന്നെ കൊണ്ട് സാധിക്കില്ല, പക്ഷേ എന്നെക്കൊണ്ട് അത് സാധിക്കും. താൻ എങ്ങനെ എന്ത് കേസ് പോയാലും അത് ജയിക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും വിജയം. താൻ എങ്ങനെ അനന്തപുരിക്കാരെ ഇല്ലാതാക്കാൻ നോക്കിയാലും പൂർവാധികം ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വരും. തൻ്റെ മോൾക്കും തനിക്കും ഒരു ചുക്കും ഞങ്ങളെ ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വാദിച്ച് അവരെ ഒന്നും കൂടെ താഴ്ത്തിയിട്ട് മുത്തശ്ശൻ ആ ഒരു ഊർജ്ജത്തോടു കൂടെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അനാമികയും അച്ഛനും ഒക്കെ ആകട്ടെ എന്നും തോൽവികൾ മാത്രം ഏറ്റുവാങ്ങി തലകുനിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത്.